ഹത്രാസിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടിൽ ഇടത് നേതാക്കൾ സന്ദർശനം നടത്തുകയായിരുന്നു. സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിലുള്ള ഇടത് സംഘമാണ് ഇപ്പോൾ പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുകയും അവർക്ക് പിന്തുണ അറിയിക്കുകയും ചെയ്തത്. എല്ലാ നിയമ പോരാട്ടത്തിനും ഇടത് സംഘടനയുടെ നേതാക്കളുടെ പിന്തുണയാണ് വാഗ്ദാനം ചെയ്തത്. UP സർക്കാർ ഇപ്പോൾ ഭീഷണിപ്പെടുത്തുന്ന സമീപനമാണ് എല്ലാ ആളുകളോടും സ്വീകരിക്കുന്നത്. ജുഡീഷ്യൽ അന്വേഷണമാണ് ഈ കേസിൽ ആവശ്യമെന്നും ഇടത് നേതാക്കൾ മാധ്യമങ്ങളെ ഈ ഘട്ടത്തിൽ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. UP സർക്കാരിൻ്റെ പീഡനം തുടരുകയാണ്, ഭീഷണി തുടരുകയാണ്. ഹത്രാസിലേക്ക് എത്തുന്ന ആളുകൾക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്ന സമീപനങ്ങൾ UP സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. മാധ്യമ പ്രവർത്തകർക്കെതിരെ പോലും നിയമ നടപടികൾ സ്വീകരിക്കുന്ന സമീപനങ്ങളാണ് യോഗി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് പിന്തുണ അറിയിച്ചുകൊണ്ട് പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട കുട്ടിയുടെ കുടുംബാംഗങ്ങളെ ഇപ്പോൾ സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിലുള്ള ഇടത് നേതാക്കൾ സന്ദർശനം നടത്തുകയും കാണുകയും ചെയ്തത്. മിഡ് ഡേ ന്യൂസ് തുടരുകയാണ്. ഹാത്രസിൽ ഇരയെ അപമാനിച്ച് വീണ്ടും യോഗി സർക്കാർ. പീഡനം നടന്നിട്ടില്ല എന്നാണ് UP സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ചത്. ഹാത്രാസ് കേസ് സുപ്രീം കോടതി ഇപ്പോൾ പരിഗണിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് വിഷ്ണു കൂടി നമുക്കൊപ്പം ചേരുന്നു. വിഷ്ണു, രാജ്യം ഉറ്റുനോക്കുന്ന ഒരു കേസാണ്. സുപ്രീം കോടതി ഈ കേസ് ഇപ്പോൾ പരിഗണിക്കുന്നു. പ്രത്യേകിച്ച് CBI അന്വേഷണം സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ നടത്തണം എന്ന ആവശ്യമാണ് ഈ ഹർജിയിൽ ഉള്ളത്. എന്താണ് ദില്ലിയിൽ നിന്ന് ഇപ്പോൾ കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന വിവരങ്ങൾ വിഷ്ണു? ജോർജറ്റ്, ഹാത്രസ് കേസ് സുപ്രീം കോടതി അല്പസമയത്തിനകം തന്നെ പരിഗണിച്ച് തുടങ്ങുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇന്ന് ചീഫ് ജസ്റ്റിസ് SA ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ചിൽ 8ാമത്തെ കേസാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് അല്പസമയത്തിനകം തന്നെ SA ബോബ്ഡെ കേസ് പരിഗണിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിൽ ഉത്തർപ്രദേശ് സർക്കാർ സുപ്രീം കോടതിയിൽ ഒരു സത്യവാങ്മൂലം നൽകിയിരുന്നു. സത്യവാങ്മൂലത്തിൽ തികച്ചും വാസ്തവ വിരുദ്ധമല്ലെങ്കിൽ പെൺകുട്ടിയെ വീണ്ടും അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു സത്യവാങ്മൂലമാണ് UP സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത്. സത്യവാങ്മൂലത്തിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് പെൺകുട്ടി പീഡനത്തിന് ഇരയായിട്ടില്ല എന്ന് തന്നെയാണ്. ഇത് കേസ് തുടക്കത്തിൽ തന്നെ അന്വേഷിച്ചു തുടങ്ങിയപ്പോൾ UP പോലീസും ഇതേ വാദം തന്നെയാണ് മുന്നോട്ട് വെച്ചിരുന്നത്. അതായത് പെൺകുട്ടി പീഡനത്തിന് ഇരയായിട്ടില്ല, പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്നും ബീജത്തിൻ്റെ അംശം കണ്ടെത്താനായിട്ടില്ല എന്നൊരു വാദം പോലീസ് മുന്നോട്ട് വെച്ചിരുന്നു. അത് തന്നെ വീണ്ടും UP സർക്കാരും സുപ്രീം കോടതിയിൽ ആവർത്തിച്ചിരിക്കുകയാണ്. ഇത് അലിഗഡിലുള്ള JJ ആശുപത്രിയിൽ പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയിലും ഇത്തരത്തിൽ പീഡനം നടന്നിട്ടില്ല എന്ന് തന്നെയാണ് തെളിഞ്ഞിരിക്കുന്നത് എന്ന് ഇവർ UP സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നു. ഇതിന് പുറമെ JJ ആശുപത്രിക്ക് പുറമെ ആഗ്രയിലും ഫോറൻസിക് പരിശോധന നടത്തി. അതിലും പീഡനം നടന്നു എന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു വാദമാണ് UP സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിന് പുറമെ ഇന്ന് UP സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് പെൺകുട്ടിയുടെ മൃതദേഹം രാത്രി 2:30 കത്തിച്ചതിൽ പ്രശ്നങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ അതിനെ ന്യായീകരിച്ചു കൊണ്ടുള്ള ചില വാദങ്ങളും UP സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരമാണ് ഇത്തരത്തിൽ പെൺകുട്ടിയുടെ മൃതദേഹം രാത്രി 2:30 സംസ്കരിച്ചത് എന്നാണ് UP സർക്കാർ പറയുന്നത്. കാരണം ചില ആക്രമണ സംഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടായിരുന്നു. അത് കണക്കിലെടുത്തുകൊണ്ട് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചു എന്ന UP സർക്കാർ ന്യായീകരണം നൽകുന്നുണ്ട്. ഇതിനു പുറമെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പെൺകുട്ടിയുടെ മരണം എന്ന് പറയുന്നത് അത് കുടുംബ വഴക്ക് എന്ന രീതിയിലേക്ക് കൊണ്ടുവരാനാണ് ഇപ്പോൾ UP സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇപ്പോൾ സത്യവാങ്മൂലത്തിൽ UP സർക്കാർ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് കുടുംബങ്ങൾ തമ്മിൽ വൈരാഗ്യമുണ്ട് എന്ന് പെൺകുട്ടി തന്നെ മൊഴി നൽകിയിട്ടുണ്ട്. പെൺകുട്ടിയുടെ കഴുത്തിന് മാത്രമാണ് പരിക്കേറ്റിട്ടുള്ളത്, അല്ലാതെ ശരീരത്തിൽ വേറെങ്ങും പരിക്കേറ്റിട്ടില്ല എന്നുകൂടി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ലൈംഗിക പീഡനം നടന്നിട്ടില്ല, കുടുംബങ്ങൾ തമ്മിൽ വൈരാഗ്യമുണ്ട്. അപ്പോൾ ആ ഒരു കുടുംബ വൈരാഗ്യമാണ് ഇത്തരമൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ യോഗി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും നടക്കുന്നത്. ജോർജറ്റ്, സുപ്രീം കോടതി എന്ത് തീരുമാനവും ഈ കാര്യത്തിൽ എടുക്കുക? രാജ്യവ്യാപകമായി നടക്കുന്ന ഒരു പ്രക്ഷോഭമാണ്. വലിയ പ്രതിഷേധം രാജ്യത്താകമാനം ഉയർന്നു. അവിടെ UPയിൽ ദളിത് പീഡനം ഉണ്ടാകുന്നു, സ്ത്രീ സുരക്ഷിതത്വം ഇല്ലാതാകുന്നു എന്ന ആരോപണം നാനാഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ്
CBI സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അത് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കണമെന്നാണ് പ്രധാനമായും ആവശ്യം ഉന്നയിക്കുന്നത്. ഇതിനിടെ തലയൂരാൻ UP സർക്കാർ ഒരു CBI അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ കേസ് കോടതിയിലേക്ക് എത്തുമ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് എന്ത് നിലപാടാകും ഉണ്ടാകാൻ സാധ്യത? വലിയ പ്രക്ഷോഭം ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടി കോടതി ഏത് നിലയിലാവും ഈ കാര്യങ്ങളോട് പ്രതികരിക്കുക? അതേസമയം UP സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് ദളിത് പീഡനം ഉൾപ്പെടെ BJPയുടെ നയമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിൽ പീഡനം നടന്നിട്ടില്ല എന്ന രീതിയിൽ അവർ കാര്യങ്ങൾ ആവർത്തിക്കുക കൂടി ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ ജോർജ്, തീർച്ചയായിട്ടും ഇപ്പോൾ രാജ്യമെമ്പാടും തന്നെ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നൊരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് സുപ്രീം കോടതി കേസ് പരിഗണിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും CBI അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കേസ് അന്വേഷിക്കുമ്പോൾ അതിന് മേൽനോട്ടം ഒരു സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജി അല്ലെങ്കിൽ റിട്ടയർഡ് ആയിട്ടുള്ള ജഡ്ജി മേൽനോട്ടം വഹിക്കണമെന്ന ആവശ്യമാണ് പ്രധാനമായിട്ടും ഹർജിയിൽ മുന്നോട്ട് വയ്ക്കുന്നത്. അത് ഒരുപക്ഷെ അംഗീകരിക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത്. കാരണം UP സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിലും CBI അന്വേഷണമാണ് വേണ്ടത് എന്നൊരു വാദം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ അന്വേഷണത്തിന് മേൽനോട്ടമാകാമെന്ന UP സർക്കാരും നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്ന സാഹചര്യത്തിലാണ് ഒരുപക്ഷെ ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നും ഇത്തരത്തിൽ ഒരു ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നിലപാടുകളാണ് രാജ്യം കാത്തിരിക്കുന്നത്. അത് BJPക്ക് എതിരാകുമോ, BJP സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് എതിരാകുമോ എന്ന കാര്യമാണ് കണ്ടറിയേണ്ടത്. വിഷ്ണുവാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഹത്രാസിൽ നിന്ന് നമ്മുടെ പ്രതിനിധി ശരത്ത് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശരത്ത്, ഇടതുപക്ഷ നേതാക്കൾ ആ കുടുംബത്തെ സന്ദർശിച്ചു. എല്ലാവിധ പിന്തുണയും ഇപ്പോൾ അവർക്ക് നേതാക്കളുടെ ഭാഗത്തു നിന്ന് നൽകിയിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് CPM നേതാക്കൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കുടുംബവും ഇതേ ആവശ്യം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. എന്താണ് ഇപ്പോൾ കൂട്ടിച്ചേർക്കാനുള്ളത്? ഹത്രാസിലെ വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ്? ജോർജറ്റ്, CPIM CPI നേതാക്കളുടെ ഹാത്രാസ് സന്ദർശനം തുടരുകയാണ്. പെൺകുട്ടിയുടെ കുടുംബത്തെ സന്ദർശിക്കുന്നതിന് വേണ്ടി 12 മണിയോടുകൂടിയാണ് അവർ എത്തിയത്. ഇപ്പോഴും നേതാക്കൾ വിവിധ കുടുംബാംഗങ്ങളോട് കാര്യങ്ങൾ സംസാരിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയാണ്. നേരത്തെ അച്ഛനോടും അമ്മയോടും അതുപോലെ തന്നെ സഹോദരങ്ങളോടും നേതാക്കൾ സംസാരിച്ചിരുന്നു. പൂർണ്ണമായും കുടുംബത്തിന്റെ തുടർന്നുള്ള പോരാട്ടങ്ങളിൽ ഒപ്പമുണ്ടാകുമെന്നും നിയമ പോരാട്ടങ്ങളിൽ അടക്കം ആവശ്യമായ എല്ലാ സഹായങ്ങളും ഞാൻ തയ്യാറാണ് എന്നും അവർ വ്യക്തമാക്കുകയുണ്ടായി. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പല തരത്തിൽ പല രീതിയിലുള്ള നീതി നിഷേധം കുടുംബം അനുഭവിക്കേണ്ടി വന്നു എന്നുള്ള ഒരു വിമർശനം തന്നെയാണ് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, ജനറൽ സെക്രട്ടറി D രാജയും ഉന്നയിച്ചത്. പെൺകുട്ടിയുടെ കുടുംബത്തെ അവസാനമായി ഈ കുട്ടിയുടെ മൃതദേഹം ഒരു നോക്ക് കാണാൻ പോലും അനുവദിക്കാതെ സംസ്കരിച്ചതടക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ വീഴ്ചകൾ ഗുരുതരമാണ് എന്ന് അദ്ദേഹം സീതാറാം യെച്ചൂരി ചൂണ്ടിക്കാണിച്ചു. നിലവിലെ സാഹചര്യത്തിൽ ഒരു സ്വതന്ത്രമായ ജുഡീഷ്യൽ അന്വേഷണം അനിവാര്യമാണ്. അത്തരത്തിലുള്ള ഒരു സ്വതന്ത്ര ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെ മാത്രമേ ഈ ഒരു കേസിലെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താനും അതിൽ അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുമാണ് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വ്യക്തമാക്കിയത്. അതോടൊപ്പം ഈ ഒരു CPI ജനറൽ സെക്രട്ടറി D രാജയും വിഷയത്തിൽ പ്രതികരിക്കുകയുണ്ടായി. ദളിതുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇവിടെ ആ ഒരു സാഹചര്യം മാറണം, ഭരണഘടന ഉറപ്പ് നൽകുന്ന നീതി ലഭിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. ഇപ്പോഴത്തെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു കേസ് വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടി പല ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളും ചമച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരം ശ്രമങ്ങളൊക്കെ തന്നെ ജനങ്ങൾ വിശ്വസിക്കണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് ജനങ്ങൾ സത്യം തിരിച്ചറിയുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ഏതായാലും നിരവധി നേതാക്കൾ ഇപ്പോഴും ഈ ഹാത്രാസ് പെൺകുട്ടിയുടെ അതിനാണ് ശരത്ത്, ഹത്രാസിലേക്ക് എത്തുന്ന ആളുകൾക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെ ചുമത്തുന്ന സംഭവങ്ങൾ കൂടിയുണ്ട്. മാധ്യമപ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. ഇക്കാര്യത്തിൽ ഇടത് നേതാക്കളുടെ പ്രതികരണം ഏത് നിലയിലായിരുന്നു?
നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കേസുകൾ എടുത്തുകൊണ്ടും അതുപോലെ തന്നെ കേസ് വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടി പലതരത്തിലുള്ള ഗൂഢാലോചന സിദ്ധാന്തം കഴിഞ്ഞ ദിവസം യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ പ്രതികരണം സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ ഗൂഢാലോചന നടക്കുന്നു എന്നുള്ളതായിരുന്നു. അങ്ങനെയുള്ള വിഷയങ്ങളോടൊക്കെ തന്നെ ഒരു വിമർശനാത്മകമായ നിലപാടാണ് ഏതായാലും നേതാക്കൾ കൈക്കൊണ്ടിരിക്കുന്നത്. പ്രതിഷേധങ്ങളെയൊക്കെ തന്നെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതിന്റെ ഭാഗമായി പല ആളുകളെയും കേസിൽ കൊടുക്കുകയാണ് സർക്കാരിനുള്ള വിമർശനവും ഇതോടൊപ്പം തന്നെ ഉയരുകയും ചെയ്തു. വ്യക്തമാണ്. കൊട്ടൂർ ആന പരിപാലന കേന്ദ്രത്തിലെ ആന മുത്തച്ഛൻ സോമൻ ഗിന്നസ് ബുക്ക് റെക്കോർഡിലേക്ക്. ഇപ്പോൾ 78 വയസ്സ് പൂർത്തിയാക്കിയ ഗജരാജൻ ലോകത്തിലെ പ്രായമേറെയുള്ള ആനയെന്ന റെക്കോർഡാണ് തിരുത്തുന്നത്. കോട്ടൂർ ആന പരിപാലന കേന്ദ്രത്തിലെ ആനക്കൂട്ടം സോമന് ഗജദിനമായ ഞായറാഴ്ച ആദരം നൽകും. ഒത്ത ഉയരം, നീളമുള്ള കൊമ്പുകൾ, ആരെയും ആകർഷിക്കുന്ന തലയെടുപ്പ്, വലതുകണ്ണിന് നേരിയ കാഴ്ചക്കുറവുണ്ടെന്നൊഴിച്ചാൽ സോമൻ ഇപ്പോഴും പൂർണ്ണാരോഗ്യവാനാണ്. ലോകത്തിൽ ഇത്രയും പ്രായമുള്ള ആനകൾ ജീവിച്ചിരിപ്പില്ല എന്നാണ് വനം വകുപ്പ് പറയുന്നത്. ഈ അടുത്തിടെ ചരിഞ്ഞ ദേവസ്വം ബോർഡിന്റെ 82 വയസ്സുണ്ടായിരുന്ന ദാക്ഷായണിയാണ് ഏറ്റവും പ്രായമുള്ള ആനയായി കണക്കാക്കിയിരുന്നത്. പണച്ചെലവ് കാരണം ദാക്ഷായണിക്കായി ഗിന്നസ് അവകാശം ഉന്നയിക്കുവാൻ ദേവസ്വം ബോർഡ് തയ്യാറായിരുന്നില്ല. ദാക്ഷായണി ചരിഞ്ഞതിനെ തുടർന്നാണ് സോമനെ ഗിന്നസ് ബുക്കിൽ ഉൾപ്പെടുത്തുന്നതിനായി ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ഏജൻസി തീരുമാനിച്ചത്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതി ലഭിച്ചാൽ നടപടികൾ ആരംഭിക്കും. ഇതിനായി $1000 വേണ്ടിവരുമെന്ന് കാപ്പുകാട് അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ സതീശൻ പറഞ്ഞു. ഇതിന്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ മറ്റാനയൊക്കെ ഉള്ള പോലെ തന്നെ ശരിയായ അളവിലാണ് കൊടുക്കുന്നത് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം. ആഹാരം കഴിക്കുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല. അതിന്റെ പല്ലെല്ലാം അതേ ലെവലിൽ തന്നെ ഉണ്ട്. പ്രായം എത്ര ആയിട്ടും അതിനൊന്നും പ്രശ്നങ്ങളില്ല. നിലവിൽ ഏഷ്യൻ ആഫ്രിക്കൻ ആനകളിൽ ഏറ്റവും പ്രായമുള്ളത് സോമനാണ്. 78 വയസ്സ്. ഗിന്നസ് റെക്കോർഡ് ലഭിക്കുമ്പോൾ സോമൻ എന്ന പേരിന് ഗമ പോരാ എന്ന് തോന്നിയതിനാൽ സോമനാഥൻ എന്ന് പേരിട്ട ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ പേര് മാറ്റാനും ആലോചനയുണ്ട്. കൂടാതെ സോമന്റെ പരിപാലന ചെലവ് നടത്തുവാൻ കെയർ ഫണ്ട് രൂപവൽക്കരിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. 3028 രൂപയാണ് ഒരു ദിവസം ആനയ്ക്ക് വേണ്ടത്. ചെലവ് ഭീമമായതിനാൽ സ്പോൺസർമാരെ കണ്ടെത്താനാണ് ഇപ്പോഴത്തെ ശ്രമം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. മറ്റു വാർത്തയിലേക്ക്. സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെയും ദേശീയ സാഹസിക അക്കാദമിയുടെയും ആഭിമുഖ്യത്തിൽ വോളണ്ടറി യൂത്ത് ആക്ഷൻ ഫോഴ്സ് അംഗങ്ങൾക്ക് സ്കൂബ ഡൈവിംഗ് പരിശീലനം ആരംഭിച്ചു. 2 ദിവസങ്ങളിലായി ഇടുക്കി ചെങ്കുളം ബോട്ടിംഗ് സെന്ററിൽ നടക്കുന്ന പരിശീലന പരിപാടി വൈദ്യുതി വകുപ്പ് മന്ത്രി എം മണി ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലയിലെ പരിശീലനം ലഭിച്ച വോളണ്ടിയർമാരിൽ നിന്ന് തിരഞ്ഞെടുത്ത 50 അംഗങ്ങൾക്കാണ് ഡൈവിംഗിനുള്ള പരിശീലനം നൽകുന്നത്. സംസ്ഥാനത്തു തന്നെ ആദ്യമായാണ് ഇത്തരത്തിൽ വോളണ്ടറി യൂത്ത് ആക്ഷൻ ഫോഴ്സിന് പ്രത്യേകം പരിശീലനം നൽകുന്നത്. സ്കൂബ ഡൈവിംഗിന്റെ പ്രാഥമിക പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് അഡ്വാൻസ്ഡ് ട്രെയിനിംഗ് പിന്നീട് നൽകും. പരിശീലന പരിപാടി വൈദ്യുതി വകുപ്പ് മന്ത്രി എം മണി ഉദ്ഘാടനം ചെയ്തു. മാനവരാശിയുടെ ചരിത്രത്തിൽ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും പ്രകൃതി ദുരന്തവും വലിയ തോതിൽ എന്നും ചരിത്രപരമായി നടന്നിട്ടുണ്ട്. അന്നൊക്കെ അതിനെ നേരിടാൻ പരിശീലനമൊന്നും അന്നില്ലായിരുന്നു. പക്ഷെ സ്വയം നമ്മൾ തയ്യാറായി പരിശീലനം നടത്തുക, പ്രവർത്തിക്കുക എന്നതാണ് നമ്മൾ പണ്ടും ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോ മാനം ഇടിഞ്ഞു വരുന്നു എന്ന് പറഞ്ഞാൽ കൈകൊണ്ടൊന്ന് താങ്ങാമോ എന്നൊന്നും നോക്കണ്ടേ. താങ്ങൽ നടക്കുകയെന്നുള്ളത് വേറെ കാര്യം. അതാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് പരിശീലനം നടക്കുന്നത്. 5 പേരുടെ പ്രത്യേക ടീമുകളായി തിരിഞ്ഞാണ് ഡൈവിംഗ് പരിശീലനം. ചടങ്ങിൽ മികച്ച യൂത്ത് ക്ലബ്ബുകളായി തിരഞ്ഞെടുക്കപ്പെട്ട പശുപ്പാറ പീപ്പിൾസ് ക്ലബ്ബ് ആൻഡ് ലൈബ്രറിക്കും തൊടുപുഴ സ്പോർട്സ് ആൻഡ് ഗെയിംസ് വെൽഫെയർ അസോസിയേഷനുമുള്ള ഉപഹാരങ്ങൾ മന്ത്രി എം മണി സമ്മാനിച്ചു. പരിപാടിയിൽ ദേവികുളം MLA S രാജേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. കൈരളി ന്യൂസ്, ഇടുക്കി. ഹാത്രാസ് സന്ദർശനത്തിന് ശേഷം ബൃന്ദ കാരാട്ട് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. യോഗി സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെ കടുത്ത വിമർശനമാണ് ബൃന്ദ കാരാട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. വാക്കുകൾ കേൾക്കാം. करके शुरू से लेकर अंत तक अब सीबीआई देने का अर्थ यह है कि अपनी जवाबदेही से वो बचना चाहते हैं. इसलिए इस सीबीआई की इंक्वायरी केवल अपनी गलतियों को छिपाने की. सरकार का कहना है कि अंतर्राष्ट्रीय साजिश है ये. इसमें कई संकेत इसमें 4 PFI के लड़के भी अरेस्ट किए गए हैं. देखिए, सरकार अपनी जांच करे, कौन गिरफ्तार कर रहे नहीं कर रहे, मैं इसमें नहीं पढ़ना चाहती हूँ. मैं सिर्फ ये कहना चाहती हूँ कि योगी जी आप झूठ मत बोलिए. एक बच्ची की हत्या हुई है, बच्ची की सामूहिक बलात्कार हुआ है.
इस बारे में आपका क्या कहना है? आपने कभी एक शब्द बोले कि जो हुआ बहुत गलत हुआ, बड़ा अपराध हुआ? आप बोले हैं क्या एक बार? क्या मोदी जी एक बार भी बोले जो हाथरस में हुआ बिल्कुल गलत हुआ, बड़ा अपराध हुआ? हम सिर्फ वो सुनना चाह रहे हैं। और अभी वो कौन सी साजिश, क्या साजिश? ये न्याय की प्रक्रिया को समाप्त करने की साजिश है। നീതിയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ലഭ്യമാകുന്നതെന്നാണ് ബൃന്ദാക്കാരായിട്ട് ചോദിച്ചത്. നീതി നിഷേധിക്കപ്പെടുകയാണ്. കുട്ടികളെയും പെൺകുട്ടികളെയും സ്ത്രീകളെയും സംരക്ഷിക്കേണ്ട സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നീതി നിഷേധം ഉണ്ടാകുന്നു. കോടതിയിൽ ഉൾപ്പെടെ യോഗി സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾക്കെതിരെയുള്ള കടുത്ത വിമർശനമാണ് ബൃന്ദാക്കാരാട്ടിന്റെ വാക്കുകളിൽ ഉണ്ടായത്. പെൺകുട്ടി പീഡനത്തിനിരയായില്ല എന്ന നിലപാട് യോഗി സർക്കാർ ആവർത്തിക്കുകയാണ്. ഇത്തരം നിലപാടുകൾക്കെതിരെ ജനരോഷം ഉയർന്നു വരണമെന്നാണ് ബൃന്ദാക്കാരാട്ട് ഇപ്പോൾ സൂചിപ്പിച്ചത്. ഇടത് നേതാക്കൾ സന്ദർശനം നടത്തി പെൺകുട്ടിയുടെ കുടുംബത്തിന് എല്ലാവിധ പിന്തുണയും നൽകിയിരുന്നു. ജുഡീഷ്യൽ അന്വേഷണം വേണം എന്ന നിലപാടാണ് ഇടത് നേതൃത്വം ഈ ഘട്ടത്തിൽ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ മുന്നോട്ട് പോവുക കൂടി ചെയ്യുകയാണ്. ഇന്ന് യോഗി സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പോലും പെൺകുട്ടി പീഡനത്തിനിരയായില്ല എന്ന നിലപാട് ആവർത്തിക്കുകയാണ്. ഇത്തരം നിലപാടുകൾക്കെതിരെയുള്ള വിമർശനവും പ്രതിഷേധവുമൊക്കെയാണ് ഹാഥറാസിൽ നിന്ന് ഈ ഘട്ടത്തിൽ ഉയരുകയും ബൃന്ദാക്കാരാട്ടിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുകയും ചെയ്തത്. കേന്ദ്ര സർക്കാർ CBIയെ ദുരുപയോഗം ചെയ്യുകയാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കർണാടക കോൺഗ്രസ് അധ്യക്ഷൻ DK ശിവകുമാറിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡ് ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. അതേസമയം കേന്ദ്ര ഏജൻസികളെ കൊണ്ടുള്ള BJPയുടെ പൊറാട്ട് നാടകം ജനാധിപത്യത്തിനെതിരെയുള്ള കടന്നുകയറ്റമെന്ന് KC വേണുഗോപാൽ ട്വീറ്റ് ചെയ്തു. ഹാഥ്രാസ് വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. ഹാഥ്രാസിൽ ഇരയെ അപമാനിച്ച് വീണ്ടും യോഗി സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നു. പീഡനം നടന്നിട്ടില്ല എന്ന് UP സർക്കാർ സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. ഹാഥ്രാസ് കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്നു. വിവരങ്ങളുമായി വിഷ്ണു ചേരുകയാണ്. വിഷ്ണു, കോടതി കേസ് പരിഗണിച്ചു തുടങ്ങിയോ? കോടതിയിലെ നടപടികൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? മറ്റു കാര്യങ്ങൾ? ജോർജറ്റ്, അല്പം മുന്നെയാണ് സുപ്രീം കോടതി ഹാഥ്രസ് കേസ് പരിഗണിച്ച് തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് SA ബോബ്ഡെ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് ഹാഥ്രസ് കേസ് ഞെട്ടൽ ഉളവാക്കുന്ന ഒരു സംഭവമാണ്. അതോടൊപ്പം തന്നെ ഈ വിഷയങ്ങളിൽ കോടതിയുടെ ഇടപെടൽ എങ്ങനെ സാധ്യമാക്കാമെന്ന് പരിശോധിക്കുന്നുവെന്നും ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് SA ബോബ്ഡെ പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ UP സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഹർജിയെ എതിർക്കുന്നില്ല എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. കോടതിയുടെ മേൽനോട്ടത്തിൽ ഇത്തരം ഒരു അന്വേഷണം നടക്കുന്നതിനെയും എതിർക്കുന്നില്ല. പക്ഷേ ചില അഭ്യൂഹങ്ങൾ ഇപ്പോൾ പരക്കുന്നുണ്ട്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പല ഭാഗത്തുനിന്നും പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം അഭ്യൂഹങ്ങളൊക്കെ പലതും പരക്കുന്ന സാഹചര്യത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെയുള്ള ഒരു അന്വേഷണമായിരിക്കും നല്ലത് എന്നൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ UP സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇന്ത്യ ജയ്സിംഗ് സുപ്രീം കോടതിയിൽ പ്രധാനമായിട്ടും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇവർ പെൺകുട്ടിയുടെ കുടുംബത്തിന് സുരക്ഷ നൽകുന്നതാണ് ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭിക്കുന്നു. ഹാഥ്രാസ് കൊലപാതകം ഞെട്ടിക്കുന്നതെന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു. സുപ്രീം കോടതിയുടെ നിരീക്ഷണമാണ്. പ്രധാനമായും UPയിൽ നിന്ന് കേസ് മറ്റ് ഇടങ്ങളിലേക്ക് മാറ്റണമെന്ന ആവശ്യം കൂടിയാണ് ഉന്നയിക്കുന്നത്. കോടതിയുടെ ഈ നിരീക്ഷണത്തിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ വായിച്ചെടുക്കാം? കോടതി പോലും പറഞ്ഞിരിക്കുന്നു ഞെട്ടിക്കുന്ന സംഭവമെന്ന്. യോഗി സർക്കാരിനുള്ള ആദ്യ തിരിച്ചടിയാണ് എന്നുകൂടി പറയേണ്ടി വരുന്നു. വിഷ്ണു, തീർച്ചയായിട്ടും ചോദിച്ചിട്ട് അത് തന്നെയാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും പറയുന്നത്. കേസ് പരിഗണിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ചീഫ് ജസ്റ്റിസ് SA ബോബ്ഡെ ചൂണ്ടിക്കാട്ടിയത് ഇത് വളരെ ഞെട്ടൽ ഉളവാക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് കേസ് പരിഗണിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം കോടതിക്ക് ഏത് വിധത്തിലേക്ക് ഇടപെടാൻ കഴിയുമെന്ന കാര്യം പരിശോധിക്കുകയാണ് എന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ചീഫ് ജസ്റ്റിസ് ഈ ഒരു കാര്യം വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് പെൺകുട്ടിയുടെ കുടുംബത്തിന് സുരക്ഷ ഉറപ്പാക്കണമെന്ന് ഇന്ദിരാ ജയ്സിംഗ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനു പുറമെ പ്രതികൾക്ക് മുകളിൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം അനുസരിച്ച് കേസ് എടുക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനു പുറമെ മറ്റൊരാവശ്യം കൂടി ഇന്ദിരാ ജയ്സിംഗ് ഇപ്പോൾ കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്
വിഷ്ണു, ഇരു വിഭാഗത്തിന്റെ അഭിഭാഷകർ എന്തെല്ലാം കാര്യങ്ങളാണ് കോടതിയിൽ ഉന്നയിക്കുന്നത്? ഈ ഘട്ടത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു അഭിഭാഷകർ? ജോർജ്, പ്രധാനമായിട്ടും ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് ഹാജരായിട്ടുള്ള അഭിഭാഷകർ ചൂണ്ടിക്കാട്ടുന്നത് ഈ കുടുംബത്തിന്റെ സുരക്ഷ ഉറപ്പാക്കണം, അതോടൊപ്പം തന്നെ ഉന്നാവോ കേസിലെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ വിചാരണ അന്വേഷണത്തിന്റെ ഈ കേസിലെ വിചാരണ ദില്ലിയിലേക്ക് മാറ്റണമെന്ന ഒരാവശ്യം കൂടി ഇപ്പോൾ ചീഫ് ജസ്റ്റിസിന് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം അത് ഇത്തരം കാര്യങ്ങൾ സുപ്രീം കോടതിക്ക് മുന്നിലേക്ക് അഭിഭാഷകർ വയ്ക്കുമ്പോൾ അതിനെ ഉത്തർപ്രദേശ് സർക്കാർ ഇതുവരെ എതിർത്തിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. ഉത്തർപ്രദേശ് സർക്കാരിന് വേണ്ടി ഹാജരായിട്ടുള്ള സോളിസിറ്റർ ജനറൽ അറിയിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ഒരു അന്വേഷണം, അതായത് കോടതി മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണത്തെ എതിർക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ പറഞ്ഞിരിക്കുന്നത് പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഇത്തരമൊരു അന്വേഷണം നടക്കുന്നത്. ഇത്തരം അഭ്യൂഹങ്ങൾ ഇപ്പോൾ പരത്തുന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഇല്ലാതാക്കാനും അത് സഹായിക്കാമാകുമെന്നൊരു വാഗ്ദാനം ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാരിന് വേണ്ടി പോളിറ്റിക്കൽ മുന്നോട്ട് വെച്ചിരിക്കുന്നു. അതായത് പെൺകുട്ടിയുടെ കുടുംബത്തിന് സുപ്രീം കോടതിയിൽ നിന്ന് നീതി കിട്ടുമെന്ന സൂചനകൾ തന്നെയാണോ പുറത്തു വരുന്നത്? യുപിക്ക് പുറത്ത് വിചാരണയ്ക്കുള്ള അവസരം ഒരുങ്ങും. CBI അന്വേഷണം, CBI സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം അത് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കും എന്നുള്ള സൂചനകൾ തന്നെയാണോ ഈ ജസ്റ്റിസിന്റെ പരാമർശത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഈ ഘട്ടത്തിൽ വ്യക്തമാകുന്നത്? തീർച്ചയായിട്ടും അത് തന്നെയാണ് സുപ്രീം കോടതി പരാമർശത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. പ്രധാനമായിട്ടും ഏത് തരത്തിലായിരിക്കും കോടതിക്ക് ഇടപെടാൻ കഴിയുക എന്നത് ആലോചിക്കും, അല്ലെങ്കിൽ അത്തരത്തിലൊരു പരിശോധനയിലേക്ക് പോകുമെന്ന് ചീഫ് ജസ്റ്റിസ് അറിയിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ പെൺകുട്ടികളുടെ കുടുംബത്തിന് നല്ലൊരു അഭിഭാഷകനെ തന്നെ നൽകണമെന്നൊരു കാര്യം കൂടി അറിയിച്ചിരിക്കുകയാണ്. ഈ ഒരു അഭിഭാഷകന് ആര് വേണമെന്നുള്ള കാര്യത്തിൽ കുടുംബത്തിന് തീരുമാനം എടുക്കാം. കുടുംബത്തിന് അത്തരത്തിൽ ഏതെങ്കിലും ഒരു അഭിഭാഷകൻ ആവശ്യത്തിന് പണത്തിനുള്ള താല്പര്യത്തിന്റെ സർക്കാരി കോടതിയെ അറിയിക്കണമെന്ന് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ നിന്ന് വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. ഹാത്രാസ് ഇരയെ അപമാനിച്ച് വീണ്ടും യോഗി സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നു. സുപ്രീം കോടതിയിൽ വാദം ആരംഭിച്ചിരിക്കുന്ന ഒരു ഘട്ടമാണ്. കോടതിയിൽ നിന്ന് നിർണായക പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഹാത്രാസ് കൊലപാതകം ഞെട്ടലുണ്ടാക്കുന്ന സംഭവമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് CBI അന്വേഷണം അത് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ വേണമെന്നാണ് ഹർജിക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ നിന്ന് ഇരയ്ക്ക് നീതി കിട്ടുന്ന നിലയിൽ തന്നെയുള്ള പ്രതികരണമാണ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഈ ഹർജിയെ എതിർക്കാൻ യോഗി സർക്കാർ ഇപ്പോൾ തയ്യാറായിട്ടില്ല എന്ന കാര്യം കൂടി പുറത്തു വരുന്നു. യോഗി സർക്കാരിൻ്റെ നിലപാട് എന്താണ്? എന്ത് നിലപാടാണ് UP സർക്കാർ സുപ്രീം കോടതിയിൽ സ്വീകരിക്കുന്നത്? വിഷ്ണു, സുപ്രീം കോടതിയിൽ ഹത്രാസ് കേസിൻ്റെ വാദം മുന്നോട്ട് പോവുകയാണ്. CBI അന്വേഷണം വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഹർജിയാണ് സുപ്രീം കോടതി ഈ ഘട്ടത്തിൽ പരിഗണിക്കുന്നത്. എന്തായാലും കുടുംബത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കണം എന്നാണ് കോടതി തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കോടതിയുടെ അധികാരം ഉപയോഗിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ ഉള്ളത്. ഞെട്ടലുണ്ടാക്കുന്ന സംഭവമെന്നാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഈ ഘട്ടത്തിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശം എന്നതുകൂടി ഏറ്റവും പുതിയ വാർത്തയായി ലഭ്യമാകുന്നു. സുപ്രീം കോടതിയിൽ വാദം മുന്നോട്ട് പോവുകയാണ്. മറ്റു വാർത്തകളിലേക്ക്. CPI നേതാക്കൾ ഹാത്രാസിലെത്തി പെൺകുട്ടിയുടെ കുടുംബത്തെ നേരിൽ കണ്ടു. ഹാത്രാസ് സംഭവത്തിൽ സ്വതന്ത്ര ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടു. एकजुटता जताने, हमारी सहानुभूति दिखाने और साथ ही साथ ये आश्वासन करने कि हम चाहेंगे न्याय, बिटिया को, परिवार को न्याय मिले, एक इंडिपेंडेंट जुडिशियल इंक्वायरी यानी एक स्वतंत्र जांच हो कोर्ट कचहरी की तरफ से, ना कोई सरकारी संस्था से, उसके अंदर कोई विश्वास नहीं। और इसके लिए हमारी दोनों पार्टियां यहाँ पे इस इलाके में इनकी पूरी मदद करते रहेगी और ये आश्वासन दिलवाने हम यहाँ पे आए। This family, like any other Dalit family in the country,
does not want any sympathy or any empathy from anybody. They want justice. How to give them justice? So both of our parties are demanding there should be an independent judicial inquiry, Supreme Court monitor judicial inquiry. But in the meantime, the UP Chief Minister has been issuing Machiavellian threats, and they will not work with communists, I must tell him. And this is fight for justice, and this is fight for defending the human rights, the democratic rights, the dignity of Dalit people in our country. സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിലുള്ള ഇടത് നേതാക്കളാണ് ഹാത്രാസിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട കുട്ടിയുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചത്. ശരത്ത് കൂടി ഇപ്പോൾ നമുക്കൊപ്പം ശരിയാണ്. ശരത്ത്, നേതാക്കൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ കുടുംബത്തോട് ചോദിച്ചറിഞ്ഞത്? ഈ കുടുംബത്തിന്റെ ആവശ്യം എന്താണ്? അവർ എന്താണ് ഈ നേതാക്കളെ ധരിപ്പിക്കുക കൂടി ചെയ്തത്? ഒപ്പം മാധ്യമപ്രവർത്തകരോട് സീതാറാം യെച്ചൂരിയും ഡി രാജയും പറഞ്ഞത് എന്തെല്ലാമാണ്? ജോജറ്റ്, നേതാക്കൾ 1 മണിക്കൂർ നീണ്ട സന്ദർശനത്തിന് ശേഷം ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുകയാണ്. കുടുംബത്തിന്റെ തുടർന്നുള്ള നിയമ പോരാട്ടത്തിലടക്കം പൂർണ്ണ പിന്തുണ അറിയിച്ചുകൊണ്ടാണ് നേതാക്കൾ ഇപ്പോൾ ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നത്. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, CPI ജനറൽ സെക്രട്ടറി ഡി രാജ, CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്, CPI സെക്രട്ടറി അമർജിത് കൗർ, അതോടൊപ്പം CPIM-ന്റെയും CPI-യുടെയും സംസ്ഥാന സെക്രട്ടറിമാർ എന്നിവരായിരുന്നു ഈ ഒരു പ്രതിനിധി സംഘത്തിൽ ഉണ്ടായിരുന്നത്. നേതാക്കൾ കുടുംബത്തോട് കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ച് മനസ്സിലാക്കുകയും അതിനുശേഷം ആ കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കും എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശ് സർക്കാർ കൈക്കൊണ്ട നിസ്സംഗ സമീപനത്തെ കുറ്റകരമായ അനാസ്ഥയെ ശക്തമായ രീതിയിലാണ് CPIM-ന്റെയും CPI-യുടെയും ജനറൽ സെക്രട്ടറിമാർ വിമർശിച്ചത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വതന്ത്ര ജുഡീഷ്യൽ അന്വേഷണമാണ് ആവശ്യം എന്നാണ് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വ്യക്തമാക്കിയത്. കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണമെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു അന്വേഷണം കൊണ്ട് മതിയാവുകയില്ല. അതുകൊണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ ഒരു ഉന്നത നീതിപീഠത്തിന്റെ മേൽനോട്ടത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം അത് തന്നെയാണ് ആവശ്യം എന്നുള്ള കാര്യമാണ് സീതാറാം യെച്ചൂരി വ്യക്തമാക്കിയിരിക്കുന്നത്. ഭരണഘടന ഉറപ്പു നൽകുന്ന നീതി അത് എല്ലാവർക്കും ലഭിക്കണം. ജാതി വ്യത്യാസം മന്യേ എല്ലാവർക്കും ലഭിക്കണം. അത് ലഭിക്കാത്ത സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഭരണഘടന ഉറപ്പു നൽകുന്ന നീതി ലഭിക്കേണ്ടതുണ്ട് എന്ന് തന്നെ സീതാറാം യെച്ചൂരി വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതേസമയം തന്നെ ദളിതുകളുടെ ദുരിതത്തെ കുറിച്ചായിരുന്നു CPI ജനറൽ സെക്രട്ടറി ഡി രാജ വ്യക്തമാക്കിയത്. ഈ പ്രദേശത്ത് വളരെ പരിമിതമായ ദളിത് വിഭാഗങ്ങൾ മാത്രമാണ് ഉള്ളത്. അവരെ മനുഷ്യരായി പോലും കാണാൻ തയ്യാറാകാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ആ സാഹചര്യത്തിൽ നിന്ന് മാറ്റം വരുത്തുന്ന നിലയിൽ ശക്തമായ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഈ കുറ്റക്കാർക്കെതിരെ ശക്തമായ ഒരു നടപടി സ്വീകരിച്ചുകൊണ്ട് ഒരു സന്ദേശം നൽകാൻ വേണ്ടി സാധിക്കണം എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതോടൊപ്പം ഉത്തർപ്രദേശ് സർക്കാരിനെതിരായ ശക്തമായ വിമർശനവും ഡി രാജ ഉന്നയിച്ചു. ഈ ക്രമസമാധാന പ്രശ്നം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് പെൺകുട്ടിയുടെ മൃതദേഹം സംസ്കരിച്ചത്. സർക്കാരിനെ വ്യക്തമാണ്. ശരത്താണ് ഹാത്രാസിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അനുബന്ധമായ വാർത്തയിലേക്ക് കൂടി. ഹത്രാസ് പ്രക്ഷോഭങ്ങൾ അന്വേഷിക്കാൻ എൻഫോഴ്സ്മെന്റും പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ വിദേശ ഫണ്ടിംഗ് ആരോപിച്ചാണ് പ്രക്ഷോഭകരെ സർക്കാർ വേട്ടയാടുന്നത്. UP പോലീസ് തയ്യാറാക്കിയ FIR-ന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതേസമയം ഹത്രാസിലേക്ക് പോയ മലയാളി മാധ്യമപ്രവർത്തകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മാധ്യമപ്രവർത്തകനായ സിദ്ദിഖ് കാപ്പനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. റിപ്പോർട്ട് കാണാം. UP പോലീസ് രജിസ്റ്റർ ചെയ്ത FIR-ന്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമിക അന്വേഷണം ആരംഭിക്കുന്നത്. ഹാത്രാസിൽ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ വിദേശ ഫണ്ടിംഗ് ഉണ്ടെന്നും കലാപങ്ങൾക്ക് ശ്രമമുണ്ടെന്നും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പോലീസ് രജിസ്റ്റർ ചെയ്ത FIR-ൽ ആരോപിക്കുന്നുണ്ട്. ഇതിനു പുറമെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും വിദേശ ഫണ്ടിംഗ് ഉണ്ടെന്ന് ആരോപിച്ചിരുന്നു. ഇതോടെയാണ് എൻഫോഴ്സ്മെന്റ് ഇടപെടൽ. ജസ്റ്റിസ് ഫോർ ഹത്രാസ് വിക്ടിം.com എന്ന വെബ്സൈറ്റ് കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തും. വെബ്സൈറ്റിലൂടെ പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്ത് എന്ന ആരോപണം നിലനിൽക്കുന്നു. ഇതിന് പിന്നിൽ കള്ളപ്പണം ഉണ്ടോ എന്നാകും ED അന്വേഷണം. അതിനിടയിൽ ഹത്രാസിലേക്ക് പോയ മലയാളി മാധ്യമപ്രവർത്തകനുൾപ്പെടെ 4 പേരെ ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മലയാളി മാധ്യമപ്രവർത്തകനായ സിദ്ദിഖ് കാപ്പനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇവർക്ക് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുണ്ടെന്നാണ് പോലീസിന്റെ വാദം. അതേസമയം സിദ്ദിഖ് കാപ്പനെ കസ്റ്റഡിയിൽ നിന്ന് റിലീസ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേരള പത്രപ്രവർത്തക യൂണിയന്റെ ദില്ലി ഘടകം UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് കത്തയച്ചു. കൈരളി ന്യൂസ്, ദില്ലി. UP-യിൽ വീണ്ടും കൂട്ടബലാത്സംഗം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. UP-യിലെ മീററ്റിൽ 15-കാരിയാണ് പീഡനത്തിന് ഇരയായത്. ലഹരി മരുന്ന് നൽകിയ ശേഷം പെൺകുട്ടിയുടെ ബന്ധുവും സുഹൃത്തും ചേർന്നാണ്
പീഡിപ്പിച്ചത്. പീഡന ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തിയെന്നും ASP സൂരജ് റോയ് പറഞ്ഞു. രണ്ടുപേർക്കുമെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായും പോലീസ് അറിയിച്ചു. തൃശൂർ പുതുശ്ശേരി CPM ബ്രാഞ്ച് സെക്രട്ടറി സനൂപിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ 2 പേർ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. കൊലയ്ക്ക് ശേഷം പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചവരാണ് പിടിയിലായത്. ഒരാൾ കൂടി നേരിട്ട് കൊലപാതകത്തിൽ പങ്കെടുത്തതായി ഇതിനിടെ പോലീസിന് വിവരം ലഭിച്ചു. മുഖ്യപ്രതി നന്ദനു വേണ്ടി പോലീസ് ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചു. അതേസമയം CPIM സംസ്ഥാന വ്യാപകമായി ഇന്ന് പ്രതിഷേധ ദിനം ആചരിക്കുകയാണ്. അഭിറാം കൂടുതൽ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. അഭിറാം, മുഖ്യപ്രതിക്ക് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് പോലീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. 2 പേർ ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നു. ഇതാണ് ഇപ്പോൾ അന്വേഷണത്തിന്റെ പുരോഗതി. പോലീസിന്റെ നടപടികൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ നേരത്തെ തന്നെ സനൂപിന്റെ വധക്കേസിൽ പ്രധാനമായും 4 പ്രതികൾ ആണ് ഉണ്ടായിരുന്നതെന്നാണ് പോലീസ് മനസ്സിലാക്കുകയും തുടർന്ന് FIR തയ്യാറാക്കുകയും ചെയ്തത്. എന്നാൽ ഈ കേസിൽ കൂടുതൽ ആളുകൾ ഈ കൃത്യസമയത്ത് അവിടെ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പോലീസ് മനസ്സിലാക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ കേസുമായി നേരിട്ട് ബന്ധമുള്ളവരെ സഹായിച്ച് രക്ഷപ്പെടാനും മറ്റും സഹായിച്ച 2 പേരെയാണ് പോലീസ് ഇന്ന് രാവിലെയോട് കൂടി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് ആരംഭിച്ചിട്ടുള്ളത്. ഈ 2 പേരും ഈ പ്രതികളിൽ ഒരാളെ ഈ സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. അത്തരത്തിൽ പല രീതിയിൽ പ്രതികൾക്ക് സഹായം ചെയ്ത നിരവധി ആളുകളുണ്ട്. അവരെല്ലാം തന്നെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. അതനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ നിലവിൽ പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ 1-ാം പ്രതി, അതായത് മുഖ്യപ്രതിയായ നന്ദന് വേണ്ടി ഇപ്പോൾ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിനുശേഷം തന്നെ മറ്റ് പ്രതികളുടെ കാര്യത്തിലും ഇതുമായി ബന്ധപ്പെട്ട പോലീസ് പ്രധാനമായും പ്രതികളെ കണ്ടെത്താൻ വേണ്ട തീരുമാനം തന്നെയാണ് എടുത്തിട്ടുള്ളത്. അഭിറാമാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ക്രിമിനലുകളെ സഹായിക്കാനായി കോൺഗ്രസും BJPയും കൈകോർത്തിരിക്കുകയാണെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി A. റഹീം. വെഞ്ഞാറമൂട് കൊലപാതക കേസിൽ പ്രതികൾക്ക് BJP നിയമസഹായം നൽകുന്നു. BJPക്ക് വേണ്ടി ചാനൽ ചർച്ചകളിൽ സംസാരിക്കുന്നത് കോൺഗ്രസ് നേതാക്കളാണെന്നും A. റഹീം പറഞ്ഞു. A. റഹീമിന്റെ വാക്കുകൾ കേൾക്കാം. ഇവർ ഒരുമിച്ച് തീരുമാനിച്ച് DYFI പ്രവർത്തകരെ കൊന്നുതള്ളുന്നതിനും അതിലൂടെ കേരളത്തിൽ ക്രമസമാധാന നില തകർത്ത് രാഷ്ട്രീയ സംഘർഷങ്ങൾ വളർത്തി കേരളത്തിൽ ക്രമസമാധാന നില തകർന്നിരിക്കുന്നു എന്ന് രാജ്യതലത്തിൽ തന്നെ വരുത്തി തീർത്ത് സർക്കാരിനെ അട്ടിമറിക്കുന്നതിനുള്ള ഗൂഢപദ്ധതിയാണ് ഇവിടെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ന്യായീകരണത്തിൽ മാത്രമല്ല, നിയമസഹായത്തിലും പരസ്പര ധാരണ കാണാൻ കഴിയും. DYFIക്ക് ഈ പുതിയ പശ്ചാത്തലത്തിൽ അഭിപ്രായപ്പെടാനുള്ളത് കേരളത്തിൽ കോൺഗ്രസ് BJP ഗഡ്ബന്ധൻ രൂപപ്പെട്ടിരിക്കുന്നു എന്താണ് DYFIയുടെ അഭിപ്രായം. കേരളത്തിൽ കോൺഗ്രസും BJPയും ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കുന്നതിനും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഒരു വിശാല രാഷ്ട്രീയ സഖ്യം കോൺഗ്രസും BJPയും ചേർന്ന് രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അത് പ്രകടമായി കഴിഞ്ഞിരിക്കുന്നു, പരസ്യമായി കഴിഞ്ഞിരിക്കുന്നു. മറ്റൊരു പ്രധാന വാർത്ത BJPയിലെ പടലപ്പിണക്കമാണ്. V. മുരളീധരന്റെ പ്രോട്ടോകോൾ ലംഘനവുമായി ബന്ധപ്പെട്ടുള്ള സംഭവവികാസങ്ങളാണ് വാർത്തയായി വരുന്നത്. അബുദാബിയിൽ നടന്ന പരിപാടിയിൽ മഹിളാ മോർച്ച നേതാവ് സ്മിത മേനോനെ V. മുരളീധരൻ പങ്കെടുപ്പിച്ചത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ചട്ടങ്ങൾ ലംഘിച്ചാണെന്ന് വ്യക്തമാകുന്നു എന്നാണ് വാർത്തകൾ. രാജേന്ദ്രൻ കൂടി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. രാജേന്ദ്രൻ, BJPക്കുള്ളിൽ പടലപ്പിണക്കങ്ങൾ രൂക്ഷമാകുന്നു. ഒറ്റതിരിഞ്ഞ് V. മുരളീധരനെ മുതിർന്ന നേതാക്കൾ തന്നെ ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. മറുഭാഗത്ത് മുരളീധരനെതിരായ പരാതിയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. രാജേന്ദ്രൻ, BJPയിലൊരു പടലപ്പിണക്കം എന്നതിലുപരിയായി വിദേശകാര്യ മന്ത്രി നടത്തിയ നഗ്നമായ പ്രോട്ടോകോൾ ലംഘനം എന്ന നിലയിലാണ് നമ്മൾ കാണേണ്ടത്. കാരണം പ്രോട്ടോകോൾ ലംഘനം വളരെ വലിയൊരു വിഷയമായത് ഈ ഖുർആൻ വിതരണവുമായി ബന്ധപ്പെട്ടാണ്. മന്ത്രി ജലീലിനെതിരെയാണ് ഇത് വലിയ ഒരു ആരോപണമായി, വലിയൊരു പ്രശ്നമായി ഈ മാധ്യമങ്ങളും അതുപോലെ BJPയും കോൺഗ്രസും എല്ലാം തന്നെ ഉയർത്തി കാണിച്ചത്. ഈ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്രമന്ത്രി V. മുരളീധരൻ നടത്തിയ പ്രോട്ടോകോൾ ലംഘനം അത് കൂടുതൽ വ്യക്തമാവുന്നത്. ഇതിനകത്ത് നേരത്തെ തന്നെ ലോക് താന്ത്രിക് യുവജനതാദൾ നേതാവ് സലിം മടവൂർ തെളിവുകൾ സഹിതം പ്രധാനമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. ഈ പരാതി സാധാരണ കേന്ദ്രമന്ത്രിമാർക്കെതിരെയുള്ള പരാതികളെല്ലാം തന്നെ അപ്പോൾ തന്നെ തള്ളിക്കളയാണ് പതിവ്. അതാണ് ഇപ്പോഴത്തെ ഒരു രീതി, അങ്ങനെയാണ്. എന്നാൽ ഈ V. മുരളീധരനെതിരെ ലഭിച്ച പരാതി പരിശോധിക്കുന്നതിനായി പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ അണ്ടർ സെക്രട്ടറി അംബുജ് ശർമ്മയ്ക്ക് കൈമാറിയതായുള്ള വിവരം ഈ പരാതിക്കാരൻ ഇതിനകം തന്നെ അറിയിച്ചു കഴിഞ്ഞു. ഇതിനകത്ത് ആദ്യം ഈ വിവാദം വന്ന ഘട്ടത്തിൽ
വി മുരളീധരൻ നിശബ്ദത പാലിക്കുകയായിരുന്നു, ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി. പിന്നീട് അതിനുശേഷം കോഴിക്കോട് നടത്തിയൊരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഇങ്ങനെ സ്മിതാ മേനോനെ ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ താൻ അനുമതി നൽകിയിട്ടില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം സ്മിതാ മേനോൻ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ താൻ ആ പരിപാടി റിപ്പോർട്ട് ചെയ്തതിനായി അനുമതി ആവശ്യപ്പെട്ടു. അനുമതി ആവശ്യപ്പെട്ടപ്പോൾ വി മുരളീധരൻ അനുമതി നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അബുദാബിയിൽ നടന്ന ആ ഒരു വിദേശ മന്ത്രിതല സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വിദേശമന്ത്രി പങ്കെടുത്ത ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ പങ്കെടുക്കാൻ തനിക്ക് അനുമതി നൽകിയത് എന്നൊരു വിശദീകരണമാണ് നൽകിയത്. അതിനെ തുടർന്ന് ഈ വിഷയം ചൂണ്ടിക്കാണിച്ച്, ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചൂണ്ടിക്കാണിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് താൻ അനുമതി നൽകിയെന്ന്, സ്മിതാ മേനോന് താൻ അനുമതി നൽകിയിരുന്നു എന്ന വസ്തുത ഈ വി മുരളീധരൻ തുറന്ന് സമ്മതിക്കുന്നത്. മാത്രമല്ല, നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ അപ്പോൾ നിങ്ങൾക്കും നൽകുമായിരുന്നു. ആ ഒരു മറുപടിയാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകർക്ക് നൽകിയത്. എന്നാൽ എങ്ങനെയാണ് ഇത്തരം പരിപാടികളിൽ മാധ്യമപ്രവർത്തകരെ പങ്കെടുപ്പിക്കേണ്ടതെന്നതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായ ചില ചട്ടങ്ങളുണ്ട്. ഇങ്ങനെ ആവശ്യപ്പെടുന്നവർക്കൊന്നും തന്നെ ഒരിക്കലും തന്നെ ഒരു അന്താരാഷ്ട്ര സമ്മേളനത്തിൽ അത് റിപ്പോർട്ട് ചെയ്യാനായി ഈ അനുമതി നൽകാറില്ല. അതിന് കൃത്യമായ ചില ചട്ടങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ചട്ടം എന്ന് പറഞ്ഞാൽ, ഒരു അന്താരാഷ്ട്ര സമ്മേളനം നടക്കുകയാണെങ്കിൽ അതിലേക്ക് മാധ്യമപ്രവർത്തകരെ പങ്കെടുപ്പിക്കണമെങ്കിൽ ഈ കാര്യം അറിയിച്ചുകൊണ്ട് വിദേശകാര്യ മന്ത്രാലയത്തിലെ മാധ്യമ വിഭാഗം അതാത് മാധ്യമ സ്ഥാപനങ്ങൾക്ക് കത്തയക്കും. ഈ മാധ്യമ സ്ഥാപനങ്ങൾക്ക് കത്തയച്ചു കഴിഞ്ഞാൽ മാധ്യമ സ്ഥാപനത്തിൻ്റെ എഡിറ്റർ വിദേശകാര്യ മന്ത്രാലയത്തിന് മറുപടി കത്തയക്കും. ആ കത്തിനകത്ത് വ്യക്തമായി എഴുതും, ഞങ്ങളുടെ മാധ്യമ സ്ഥാപനം ഇന്ന റിപ്പോർട്ടറെ അല്ലെങ്കിൽ ഈ ഒരു ജേർണലിസ്റ്റിനെ ഇതിനായി ചുമതലപ്പെടുത്തുന്നു, അദ്ദേഹത്തെ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയക്കും. ഇതിനുശേഷം ഒരു പ്രത്യേകമായൊരു അപേക്ഷാ ഫോമുണ്ട്. വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ മാധ്യമ വിഭാഗത്തിൻ്റെ പ്രത്യേകമായൊരു അപേക്ഷാ ഫോമുണ്ട്. ഈ അപേക്ഷാ ഫോം പൂരിപ്പിച്ച് നൽകണം. ഇതിനകത്ത് 2 കാര്യങ്ങൾ നിർബന്ധമാണ്. ഒന്ന്, ഇന്ത്യൻ പൗരനാണ് അല്ലെങ്കിൽ പൗരയാണ് തെളിയിക്കാനുള്ള എല്ലാ രേഖകളും വേണം. അതോടൊപ്പം തന്നെ അക്രഡിറ്റേഷൻ നിർബന്ധമാണ്. അക്രഡിറ്റേഷൻ സാധാരണ രീതിയിൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ദേശീയ തലത്തിലുള്ള അക്രഡിറ്റേഷൻ, അഥവാ അതില്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ മാധ്യമപ്രവർത്തകർക്കുള്ള അക്രഡിറ്റേഷൻ. ഇത് രണ്ടുമില്ലെങ്കിൽ, ചില മാധ്യമപ്രവർത്തകർക്ക് ഇത് രണ്ടും ഉണ്ടാവണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു പ്രത്യേകമായ ഒരു സുരക്ഷാ ക്ലിയറൻസ് അത് വാങ്ങിച്ചിരിക്കണം. ഇതിൻ്റെ തെളിവുകളും ഹാജരാക്കണം. ഇതിനുശേഷം വിദേശകാര്യ മന്ത്രാലയമാണ് വിസ ലഭ്യമാക്കുന്നതിനായി എംബസിയുമായി ബന്ധപ്പെടേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിപ്പോൾ അബുദാബി ആണെങ്കിൽ UAE എംബസിയുമായി ബന്ധപ്പെടണം. ഈ മാധ്യമപ്രവർത്തകർക്ക് ഇതിനുള്ള വിസ ലഭിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനായി ഉള്ള എല്ലാ കാര്യങ്ങളും ശരിയാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വിദേശകാര്യ മന്ത്രാലയമാണ് അപേക്ഷ നൽകേണ്ടത്. മാത്രമല്ല, നിലവിൽ ഒരുപക്ഷെ സന്ദർശക വിസ മാത്രമുള്ളൊരു മാധ്യമപ്രവർത്തകയാകാം. അങ്ങനെയാണെങ്കിലും അന്താരാഷ്ട്ര റിപ്പോർട്ടിംഗാണ് നടത്താൻ പോകുന്നതെങ്കിൽ അതിനും പ്രത്യേകമായ അനുമതി ആവശ്യമുണ്ട്. എന്നാൽ ഈ നടപടിക്രമങ്ങളൊന്നും തന്നെ ഈ സ്മിതാ മേനോൻ പാലിച്ചിട്ടില്ല. അവർ മഹിളാ മോർച്ചയുടെ നേതാവാണ്. അവർ ഒരു മാധ്യമപ്രവർത്തക പോലുമല്ല. അവർ ഏത് മാധ്യമ സ്ഥാപനത്തിനാണ് ജോലി ചെയ്യുന്നത്, അവർക്ക് അക്രഡിറ്റേഷൻ ഉണ്ട്, ഇത്തരം കാര്യങ്ങളൊന്നും വ്യക്തമാക്കിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ അവർ ഒരു മാധ്യമപ്രവർത്തക പോലുമല്ല. അപ്പോൾ മാധ്യമപ്രവർത്തക പോലുമല്ലാത്ത ഒരാളെയാണ് ഈ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ എല്ലാ ചട്ടങ്ങളും നിയമങ്ങളും നടപടികളും എല്ലാം ലംഘിച്ചുകൊണ്ട് ഇത്തരം ഒരു പരിപാടിയിൽ പങ്കെടുപ്പിച്ചത്. ഇത് വിസാ ചട്ടം ഉൾപ്പെടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു, പ്രോട്ടോകോൾ ലംഘനം നടന്നിരിക്കുന്നു. ഈ പ്രോട്ടോകോൾ ലംഘനം എന്നതിനപ്പുറത്തേക്ക് മറ്റ് നിയമക്കുരുക്കിലേക്ക് കൂടി വരികയാണോ മുരളീധരൻ? തീർച്ചയായിട്ടും നമ്മളിതിൻ്റെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ചട്ടങ്ങൾ അത് വളരെ കർശനമാണ്. ഇപ്പോൾ ചില ഘട്ടങ്ങളിലെല്ലാം തന്നെ ഇതിപ്പോൾ നമ്മളൊരു അമേരിക്കയിലേക്കും അതുപോലെ ലണ്ടനിലേക്കും അങ്ങനെയുള്ള പിന്നെ ഓസ്ട്രേലിയ ഇത്തരം പ്രദേശങ്ങളിലേക്കെല്ലാമാണ് ഈ രീതിയിൽ റിപ്പോർട്ടിങ്ങിനായി ഒരു മന്ത്രിതല സംഘത്തോടൊപ്പം പോകുന്നതെങ്കിൽ പലപ്പോഴും പ്രത്യേകമായ ഇവരെക്കുറിച്ച് ഈ അക്രഡിറ്റേഷൻ ഉള്ള ജേർണലിസ്റ്റ് ആണെങ്കിൽ പോലും അവരെക്കുറിച്ച് ഇൻ്റലിജൻസ് അന്വേഷണം വരെ നടത്തിയ എത്രയോ അനുഭവങ്ങളുണ്ട്. ഇൻ്റലിജൻസ് അന്വേഷണം അതാണ് ഇത് വളരെ. അതുകൊണ്ട് തന്നെ വിദേശകാര്യ മന്ത്രാലയം ഈ രീതിയിൽ ഒരു അന്താരാഷ്ട്ര കോൺഫറൻസിൽ പങ്കെടുക്കുന്നതിനായി ഒരു മാധ്യമ പ്രവർത്തകനെ അല്ലെങ്കിൽ പ്രവർത്തകയെ അയക്കുകയാണെങ്കിൽ എല്ലാ മാനദണ്ഡങ്ങളും പൂർണ്ണമായും പാലിച്ചിരിക്കണമെന്ന് കർശനമായ നിർദ്ദേശമുണ്ട്. ഇതൊന്നും തന്നെ ഈ സ്മിതാ മേനോൻ്റെ കാര്യത്തിൽ കാണാനേ സാധിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ചട്ടങ്ങളും മാനദണ്ഡങ്ങളും നിയമങ്ങളും പൂർണ്ണമായും ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ഇതെന്തുകൊണ്ട് ഇത്ര വിവാദമാവുന്നു ഇതെന്തുകൊണ്ടാണ് ഇത്ര ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇന്നിപ്പോൾ KT ജലീൽ നടത്തിയ പ്രോട്ടോകോൾ ലംഘനം എന്ന് പറയുന്നത് വളരെ വലിയ ഒരു നിയമലംഘനമായും രാജ്യദ്രോഹ പ്രവൃത്തി എന്ന രീതിയിലെല്ലാമാണ് ഇതേ BJPയും കോൺഗ്രസും എല്ലാം തന്നെ ചിത്രീകരിക്കുന്നത്. മറ്റൊന്ന്, ഇത് വലിയ ഒരു ചട്ടലംഘനമായാണ് KT ജലീലിൻ്റെ വിഷയത്തിൽ ഈ മാധ്യമങ്ങളെല്ലാം ഏറ്റുപിടിച്ചിരുന്നത്. എന്നാൽ നമ്മൾ അതുമെല്ലാമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ
യാതൊരു സംശയം വേണ്ട. ഈ സ്മിത മേനോനെ മന്ത്രി വി മുരളീധരൻ അബുദാബിയിൽ നടന്ന ഈ ഒരു ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുപ്പിച്ചത് അതൊരു പ്രോട്ടോക്കോൾ ലംഘനം എന്നതിലുപരിയായി വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട പല നടപടിക്രമങ്ങളുടെയും വളരെ നഗ്നമായ ലംഘനമാണ്. ഇതാണ് ഒന്നാമത്തെ വസ്തുത. രണ്ടാമത്തെ വസ്തുത, ഇത്തരം ചട്ടലംഘനം നടന്നതിലൊന്നുമല്ല BJPക്കകത്തെ മുരളീധര വിരുദ്ധ പക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട താല്പര്യം. മുരളീധര വിരുദ്ധ പക്ഷത്തെ സംബന്ധിച്ച്, കൃഷ്ണദാസ് പക്ഷത്തെ സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട വിഷയം ഈ സ്മിത മേനോൻ എന്ന ഈ മഹിളാ മോർച്ചയുടെ ഒരു നേതാവ്, അവർ വളരെ പെട്ടെന്നാണ് ഈ മഹിളാ മോർച്ചയുടെ ഒരു നേതൃസ്ഥാനത്തെത്തിയത്. അവർക്ക് എങ്ങനെയാണ് ഇത്തരത്തിലുള്ളൊരു അന്താരാഷ്ട്ര പരിപാടിയിലേക്കെല്ലാം തന്നെ പ്രവേശനം ലഭിക്കുന്നത്? അപ്പോൾ ഇവർ ഈ വി മുരളീധരനുമായുള്ള ബന്ധം വിനിയോഗിച്ചുകൊണ്ട് ഇവർ വലിയ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുന്നു. ഇതിനകത്തെല്ലാം തന്നെ BJPക്കകത്ത് വലിയ അസംതൃപ്തിയുണ്ട്. അതുകൊണ്ട് തന്നെ വീണ് കിട്ടിയ ഈ അവസരം ശരിക്ക് കൃഷ്ണദാസ് പക്ഷം മുതലെടുക്കുകയാണ്. ഇന്നലെ MT രമേശ് തന്നെ പരസ്യമായി രംഗത്ത് വന്നിരുന്നു. ഇത് പ്രധാനമന്ത്രി, മുരളീധരനെതിരായ ഈ പരാതി പ്രധാനമന്ത്രി അന്വേഷിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അന്വേഷിക്കട്ടെ. സർവോപരി ഈ സ്മിത മേനോനെ താൻ എന്നൊരു BJP നേതാവ്, മഹിളാ മോർച്ച നേതാവിനെ താൻ അറിയുക പോലുമില്ല എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ലക്ഷ്യം വളരെ വ്യക്തമാണ്. നമുക്ക് ലഭ്യമായ വിവരമനുസരിച്ച് വി മുരളീധരനെതിരെ നിരവധി പരാതികളാണ് പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും അതുപോലെ BJPയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ്റെയും എല്ലാം ഓഫീസിൽ ഇതിനകം തന്നെ എത്തിയിരിക്കുന്നത്. അതിനാണ് വി മുരളീധരൻ്റെ ഈ വിദേശ യാത്രയും അന്ന് നടന്ന മീറ്റിങ്ങുകളെക്കുറിച്ചുമൊക്കെ ദുരൂഹതകൾ ഉയരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. എന്തായാലും പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജലീലിനെതിരെ ആരോപണം ഉയരുമ്പോൾ പ്രധാനമന്ത്രി വി മുരളീധരനെതിരെ നടത്തുന്ന ഈ അന്വേഷണം അത് ഏത് നിലയിലാണ് മുന്നോട്ട് പോകാനുള്ള സാധ്യത? ഇത്തരം വിവരങ്ങൾ കൂടി പുറത്തു വരുന്ന ഒരു ഘട്ടത്തിൽ എങ്ങനെയാകും അത് കൈകാര്യം ചെയ്യുക കേന്ദ്ര സർക്കാർ? ഈ ജലീലിനെതിരെ ഉയർന്ന ആരോപണവും ഈ ആരോപണം തമ്മിൽ നമുക്ക് താരതമ്യം ചെയ്യാനേ പറ്റില്ല. ജലീലിനെതിരെയുള്ള ഈ ആരോപണം എന്ന് പോലും പറയാൻ പറ്റില്ല. അത് UAE കോൺസുലേറ്റ് തന്നെ ആവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയാണ്. ഈ ഖുറാൻ റംസാൻ കാലത്ത് ഖുറാൻ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു സഹായം ആവശ്യപ്പെട്ടു. അത് ജലീലിനോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ്. അത് ചെയ്തു കൊടുത്തു. ഇതിനകത്ത് ഇതേവരെ നമുക്കറിയാമല്ലോ, യാതൊരു തുടർ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. സർവോപരി പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഒരു മാർഗ്ഗനിർദ്ദേശം മാത്രമാണ്. അതൊരു മാർഗ്ഗനിർദ്ദേശം മാത്രമാണ്. പക്ഷേ ഈ വി മുരളീധരൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. കാരണം ഈ ഒരു മാധ്യമപ്രവർത്തകൻ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തക സർക്കാരിൻ്റെ ഒരു ഔദ്യോഗിക പരിപാടിയിൽ, അത് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഒരു ഔദ്യോഗിക പരിപാടിയിൽ എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് നമ്മുടെ ഒരു സുഹൃത്ത് രാജ്യത്ത് പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ അത് ഏറെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ഈ വിഷയം BJPക്കകത്ത് ഇത്രയധികം ഈ സംഘർഷങ്ങളും ഇത്രയധികം ഭിന്നതകളും എല്ലാം തന്നെ ഉണ്ടാക്കുന്നത്. വ്യക്തമാണ്. K. രാജേന്ദ്രനാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ചട്ടം ലംഘിച്ച് അന്താരാഷ്ട്ര സമ്മേളനത്തിൽ PR മാനേജർ മഹിളാ മോർച്ച സെക്രട്ടറിയുമായ സ്മിത മേനോനെ പങ്കെടുപ്പിച്ചതിൽ BJPയിൽ തർക്കം തുടരുകയാണ്. സംഭവത്തിൽ അന്വേഷണം നടക്കട്ടെ എന്നാണ് BJP നേതാക്കൾ നിലപാട് സ്വീകരിച്ചതോടെ ഇതോടെ മുരളീധരൻ കൂടുതൽ പ്രതിരോധത്തിലായി എന്ന വാർത്തകൾ വരുന്നു. പാർട്ടിയിൽ പ്രവർത്തന പരിചയമില്ലാത്ത വ്യക്തിയായ സ്മിത മേനോൻ എങ്ങനെ മഹിളാ മോർച്ച നേതൃസ്ഥാനത്തേക്ക് എത്തിയെന്നതും പാർട്ടിക്കുള്ളിൽ ഇതിനകം വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ലംഘിച്ച് മന്ത്രിതല സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ച സംഭവത്തിൽ നൽകിയ പരാതി പ്രധാനമന്ത്രിയുടെ ഓഫീസ് തുടർ നടപടികൾക്കായി കൈമാറിയതോടെ മുരളീധരൻ കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. സംഭവത്തിൽ BJPക്കുള്ളിലും അമർഷം പുകയുകയാണ്. സ്മിതയെ മഹിളാ മോർച്ച സംസ്ഥാന സെക്രട്ടറിയെ നിയമിച്ചത് ആരുടെ നോമിനിയായാണ് എന്ന് പ്രമുഖ നേതാക്കളും പ്രവർത്തകരും ചോദിക്കുന്നു. സംസ്ഥാന സെക്രട്ടറിയാക്കാനുള്ള പ്രവർത്തന പാരമ്പര്യം, സംഘടനാ ബന്ധം എന്നീ ചോദ്യങ്ങളിൽ മറുപടി പറയാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് നേതൃത്വം. BJPയുടെ അനുബന്ധ സംഘടനകളിലൊന്നും പ്രവർത്തിച്ച് പരിചയമില്ലാത്തവർ സംസ്ഥാന ഭാരവാഹിയായതിലുള്ള എതിർപ്പാണ് പലരും പ്രകടിപ്പിക്കുന്നത്. PK കൃഷ്ണദാസിന്റെ നേതൃത്വത്തിലുള്ള മുരളീധര വിരുദ്ധ പക്ഷം വിഷയം പാർട്ടിക്കകത്ത് ഉന്നയിച്ചു കഴിഞ്ഞു. സ്മിതയെ അറിയില്ലെന്ന് പറഞ്ഞ് തങ്ങൾക്കുള്ള എതിർപ്പ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് കഴിഞ്ഞ ദിവസം പരസ്യമാക്കിയിരുന്നു. എനിക്കിപ്പോൾ സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം അറിയാം, അതിൻ്റെ മുമ്പ് എനിക്കറിയില്ല. എനിക്കവരെ മുൻപ് പരിചയമില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സ്മിതയെ അബുദാബിയിലെ മന്ത്രിതല സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചതിലോ സ്വർണ്ണക്കടത്ത് വിവാദങ്ങളിലോ മുരളീധരനെ ന്യായീകരിക്കാൻ കൃഷ്ണദാസ് പക്ഷം ഇതുവരെ തയ്യാറായിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. നയതന്ത്ര വിഷയത്തിൽ പ്രധാനമന്ത്രി അന്വേഷിക്കട്ടെ എന്നതാണ് ഇവരുടെ നിലപാട്. മഹിളാ മോർച്ച ഭാരവാഹി നിയമനം അടക്കമുള്ള പ്രശ്നങ്ങളിൽ ദേശീയ നേതൃത്വത്തെയും കൃഷ്ണദാസ് പക്ഷം സമീപിക്കും. സ്മിത മേനോനെ മുൻപരിചയമില്ലെന്ന് മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യനും വ്യക്തമാക്കിയിരുന്നു. സെക്രട്ടറി ചുമതലയിൽ വന്നതു മുതലുള്ള പരിചയമേ ഉള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. വി മുരളീധരന്റെ കടുംപിടുത്തമാണ് PR മാനേജറായ സ്മിത മേനോനെ മഹിളാ മോർച്ചയുടെ തലപ്പത്തേക്കെത്താൻ സഹായിച്ചതെന്നാണ് പാർട്ടിക്കുള്ളിലെ എതിർചേരി ചൂണ്ടിക്കാട്ടുന്നത്. മിഡ് ഡേ ന്യൂസ് തുടരുകയാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ NIA ഇന്ന് കേസ് ഡയറി ഹാജരാക്കും. FIRൽ ആരോപിക്കുന്ന കുറ്റങ്ങൾക്ക് തെളിവുകൾ ഹാജരാക്കണമെന്ന് NIAയോട് കോടതി കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. ഇല്ലെങ്കിൽ പ്രതികൾക്ക് അനുകൂലമായി ജാമ്യാപേക്ഷ പരിഗണിക്കേണ്ടി വരും എന്നും NIA കോടതി അന്വേഷണ സംഘത്തെ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് NIA കോടതി ഇന്ന്
കേസ് പരിഗണിക്കുന്നത്. NIA അന്വേഷണ സംഘം കേസ് ഡയറി ഹാജരാക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ശരത്ത് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശരത്ത്, NIA കോടതിയിൽ നടപടികൾ ആരംഭിച്ചോ? എന്താണ് കൂട്ടിച്ചേർക്കാനുള്ള വിവരങ്ങൾ? ജോർജറ്റ്, നടപടികൾ 3 മണിക്ക് ശേഷമാണ് നിലവിൽ ഈ കേസ് പരിഗണിക്കുന്നത്. ആ സമയമാണ് NIA ഇത്തരത്തിൽ കേസ് ഡയറി ഹാജരാക്കാൻ നീങ്ങുക. പക്ഷേ ഇന്ന് NIAയുടെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഇന്ന് ഹാജരാകുന്നില്ല. അദ്ദേഹം ഇപ്പോൾ ക്വാറന്റൈനിലാണ്, കോവിഡ് നിരീക്ഷണത്തിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നേരിട്ട് കോടതിയിൽ ഹാജരാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ NIA ഒരുപക്ഷെ ഈ ഒരു കേസ് മാറ്റിവെക്കാനോ അല്ലെങ്കിൽ ഇതിന്റെ വാദം ഉൾപ്പെടെയുള്ള നടപടികൾ മാറ്റിവെക്കാനോ ആയിരിക്കും NIA ആവശ്യപ്പെടുക. ഇന്നലെയായിരുന്നു 8 പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കവേ കോടതി NIAക്ക് മുന്നറിയിപ്പ് നൽകിയത്. അതായത് UAPA നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ FIRൽ ആരോപിക്കുന്ന കുറ്റങ്ങൾക്ക് തെളിവുകൾ നൽകണമെന്നായിരുന്നു കോടതി പറഞ്ഞത്. അല്ലെങ്കിൽ പ്രതികൾക്ക് അനുകൂലമായി ജാമ്യാപേക്ഷ പരിഗണിക്കേണ്ടി വരുമെന്ന്, അതായത് പ്രതികൾക്ക് ജാമ്യം നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നാണ് കോടതി ഇന്നലെ ചൂണ്ടിക്കാട്ടിയത്. അത് മാത്രമല്ല, സ്വർണ്ണക്കടത്ത് കേസിൽ നേരിട്ട് ബന്ധമുള്ളവരുടെയും അതേപോലെ തന്നെ ലാഭമുണ്ടാക്കിയവരുടെയും ഗൂഢാലോചനയിൽ പങ്കെടുത്തവരുടെയും അതേപോലെ തന്നെ പണം അവരുടെയും എല്ലാം തന്നെ കൃത്യമായ വിവരം തരംതിരിച്ച് നൽകണമെന്നും കോടതി ഇന്നലെ NIAയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പ്രതിഭാഗം പ്രധാനമായും ഈ ഒരു കേസിൽ വാദിച്ചിട്ടുണ്ടായിരുന്നത് കേസ് രജിസ്റ്റർ ചെയ്ത് 3 മാസമായിട്ടും അന്വേഷണ ഏജൻസികൾക്ക് തെളിവുകൾ കണ്ടെത്താൻ സാധിച്ചില്ലായിരുന്നു എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ പ്രധാന വാദം. മാത്രമല്ല, UAPA വകുപ്പ് ലാഘവത്തോടെ ഉപയോഗിച്ചാൽ എല്ലാ തരത്തിലുള്ള നികുതി വെട്ടിപ്പിനും ഭീകരവാദമാകുമെന്നായിരുന്നു പ്രതിഭാഗം ഇന്നലെ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. ഇതെല്ലാം കേട്ട ശേഷമാണ് NIAയോട് ഇത്തരത്തിൽ കേസ് ഡയറി ഉടൻ ഹാജരാക്കാൻ, ഇന്ന് കേസ് ഡയറി ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടത്. നിലവിൽ 3 മണിക്കാണ് കേസ് പരിഗണിക്കുന്നത്. ആ സമയത്തായിരിക്കാം ഒരുപക്ഷെ NIA കേസ് ഡയറി ഹാജരാക്കുക. പക്ഷേ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, നിലവിൽ കോവിഡ് നിരീക്ഷണത്തിലാണ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ. അതുകൊണ്ട് തന്നെ നേരിട്ട് അഡീഷണൽ സോളിസിറ്റർ ജനറലിന് ഹാജരാകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വാദം മാറ്റിവെക്കണമെന്നോ അതല്ലെങ്കിൽ ഈ ഒരു കേസ് ഡയറി നൽകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കണമെന്നായിരിക്കും NIA എന്ന് കോടതിയിൽ അറിയിക്കുക. എന്തായാലും അടിയന്തര പ്രാധാന്യമുള്ള സംഭവം തന്നെയാണ്. കോടതിയിൽ നിന്ന് ഇത്തരമൊരു നിരീക്ഷണം ഉണ്ടായപ്പോൾ, പ്രതികൾക്കെതിരെ തെളിവുകൾ ഹാജരാക്കണമെന്ന നിരീക്ഷണം കോടതിയിൽ നിന്നുണ്ടായപ്പോൾ NIA തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ, അന്വേഷണ സംഘം തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ കുരുക്കിൽപ്പെട്ടിരിക്കുന്നത്. അതേ ആരോപണം, രാഷ്ട്രീയ ആരോപണങ്ങളും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. രാഷ്ട്രീയ വട്ടത്തിനുള്ളിൽ NIA കുരുക്കിയിട്ടിരിക്കുകയാണ് എന്നാണ് രാഷ്ട്രീയ ആരോപണങ്ങളും ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നത്. ശരത്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നിലപാടുകളിൽ മലക്കം മറിഞ്ഞ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ലക്കി ഡിപ്പാണെന്ന് അറിയാതെയാണ് പങ്കെടുത്തത് എന്നാണ് രമേശ് ചെന്നിത്തലയുടെ പുതിയ വാദം. കഴിഞ്ഞ ദിവസം ലക്കി ഡിപ്പിൽ പങ്കെടുത്തുവെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു ലക്കി ഡിപ്പ് നടന്നതായിട്ട് എന്നോടാരും പറഞ്ഞില്ല. എന്നോട് പറഞ്ഞത് ഈ സമ്മാനം കൊടുക്കാനാണ് പറഞ്ഞത്. ആ സമ്മാനം ഞാൻ കൊടുക്കുകയാണ് ചെയ്തത്, അല്ലാണ്ട് മറ്റൊരു നടപടിയിലും എനിക്ക് പങ്കില്ല. ടൈറ്റാനിയം അഴിമതിയിൽ അന്വേഷണം വൈകിപ്പിക്കുന്നു എന്ന CBIക്കെതിരായ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. കേന്ദ്ര സർക്കാരിനും CBIക്കും കോടതി നോട്ടീസ് അയക്കും. ഹർജി 2 ആഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കും. കൂടുതൽ വിവരങ്ങളുമായി സാലി മുഹമ്മദ് കൂടി ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുകയാണ്. സാലി മുഹമ്മദ്, സർക്കാരിൻ്റെ ഹർജിയാണ് കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നത്. വിവരങ്ങൾ എന്താണ്? അതായത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് എന്നിവർക്കെതിരെ ആരോപണമുയർന്ന ഒരു കേസാണിത്, ടൈറ്റാനിയം അഴിമതി കേസ്. ആ കേസിൽ വിജിലൻസ് അന്വേഷണം നടത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ CBI അന്വേഷണത്തിന് കഴിഞ്ഞ വർഷം 2019 സെപ്റ്റംബർ മാസത്തോടുകൂടി സംസ്ഥാന സർക്കാർ ശുപാർശ നൽകിയിരുന്നു. അതിൻ്റെ വിജ്ഞാപനം പിന്നീട് പുറപ്പെടുവിക്കുകയും ചെയ്തു. 2019 ഡിസംബറിൽ തന്നെ, കഴിഞ്ഞ വർഷം ഡിസംബറിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഫയലുകളെല്ലാം CBIക്ക് കൈമാറുന്നതിനുള്ള നടപടിക്രമം പൂർത്തിയാക്കുകയും ചെയ്തു. പക്ഷേ അത്തരമൊരു ശുപാർശ പോയി 1 വർഷം പിന്നിട്ടിട്ടും ഈ കേസിൽ ഒരു അന്വേഷണവും നടത്താനോ അന്വേഷണം ഏറ്റെടുക്കാനോ CBI ഇതുവരെ തയ്യാറായിട്ടില്ല. ഈ പശ്ചാത്തലത്തിലാണ് ഈ ടൈറ്റാനിയം കമ്പനിയിലെ മുൻ ജീവനക്കാരനായ S. ജയൻ ഹൈക്കോടതിയെ സമീപിച്ചത്. CBI മനഃപൂർവ്വം ഈ കേസ് ഏറ്റെടുക്കുന്നതിൽ വൈകിക്കുകയാണ് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോപണം. ഏതായാലും ഹർജി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഉടൻ അന്വേഷണം ഏറ്റെടുക്കാൻ CBIയോട് നിർദ്ദേശിക്കണം എന്നുള്ളതായിരുന്നു ഈ ഹർജിക്കാരൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം. ഏതായാലും ഇക്കാര്യങ്ങളിൽ ഹർജി ഫയലിൽ സ്വീകരിച്ചു. കേന്ദ്ര സർക്കാരിനും CBIക്കും നോട്ടീസ് അയക്കാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഇനി ഇക്കാര്യത്തിൽ ഇരു കക്ഷികളും
കേന്ദ്ര സർക്കാരും CBIയും ഇനി വിശദീകരണം നൽകണം. ഏതായാലും 2 ആഴ്ചയ്ക്ക് ശേഷം ഈ കേസ് വീണ്ടും കോടതി പരിഗണിക്കുന്നുണ്ട്. സാലിം മുഹമ്മദ്, ഒരു കാര്യം കൂടി ചുരുക്കി സമയപരിമിതി മൂലം, അതായത് 127 കോടിയുടെ അനുമതിയാണ്. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഇബ്രാഹിം കുഞ്ഞും അടക്കമുള്ള ആളുകളാണ് ഇതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുന്നത്. ഇവർക്ക് ഈ കോടതി ഫയലിൽ സ്വീകരിച്ചതോടെ ഇനിയുള്ള കാര്യങ്ങൾ നിയമ നടപടി നേരിടേണ്ട അവസ്ഥയിലേക്ക് വരുന്നു. കുരുക്കിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ അവർക്കുള്ള കുറ്റകരമായ ചില പങ്കാളിത്തം സംബന്ധിച്ച് നേരത്തെ തന്നെ വിജിലൻസും മറ്റ് ചില ഏജൻസികളും കണ്ടെത്തിയിരുന്നു. അക്കാര്യത്തിൽ ആ സാഹചര്യത്തിലാണ് അന്താരാഷ്ട്ര മാനങ്ങളുള്ളൊരു കേസ്. ഇതിൽ ചില കക്ഷികൾ സംസ്ഥാനാന്തര ബന്ധമുള്ളതാണ്, ചില കക്ഷികൾ അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ളതാണ്. ആ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ വിജിലൻസിനെ കൊണ്ട് മാത്രം കഴിയില്ല, CBI അന്വേഷിക്കണമെന്ന് നിലപാടെടുത്തത്. പക്ഷേ നമുക്കറിയാം, സംസ്ഥാനത്തെ മറ്റ് പല കേസുകളും പറയുന്നതിന് മുമ്പ് തന്നെ അന്വേഷിക്കുന്ന CBI. പക്ഷേ കോൺഗ്രസ് നേതാക്കന്മാർ പ്രതികളായ കേസിൽ സംസ്ഥാന സർക്കാർ രേഖാമൂലം ആവശ്യപ്പെട്ടിട്ട് വിജ്ഞാപനം ഇറക്കിയിട്ടും ഇതുവരെ അന്വേഷിക്കാൻ തയ്യാറായിട്ടില്ല. ആ പശ്ചാത്തലത്തിലാണ് അതിൻ്റെ രാഷ്ട്രീയ മാനം വരുന്നത്. BJP UDF കൂട്ടുകെട്ട് സംബന്ധിച്ച് CPM ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് CBIയുടെ ഈ കേസിലെ മൗനം നമ്മൾ കാണേണ്ടത്. അങ്ങനെ രാഷ്ട്രീയ മാനമുണ്ട് ഈ കേസിൽ. നിയമപരമായി അന്വേഷണം നടന്നാൽ ഉമ്മൻചാണ്ടിയെയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും VK ഇബ്രാഹിം കുഞ്ഞിനെയും പ്രതിക്കൂട്ടിലാക്കുന്ന ഒട്ടനവധി കണ്ടെത്തലുകൾ വിജിലൻസ്. ഇനി ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സുപ്രധാന വാർത്തയിലേക്കാണ് പോകുന്നത്. റിനു കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശബരിമലയിൽ ഓൺലൈൻ ദർശനത്തിന് വിദഗ്ധ സമിതി ശുപാർശ നൽകിയിരിക്കുന്നു. ക്ഷേത്ര തന്ത്രിയും മറ്റുമായി അക്കാര്യം ആലോചിക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്നു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും തീർത്ഥാടനമെന്നും മന്ത്രി പറഞ്ഞു. റിനു, മന്ത്രി എന്തെല്ലാം കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്? ഈ കോവിഡ് കാലത്ത് എന്തെല്ലാം നടപടികൾ തീർത്ഥാടകർക്ക് വേണ്ടി സർക്കാർ തലങ്ങളിൽ ഒരുക്കുന്നു? ജോർജറ്റ, മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭയാണ് ഈ ചീഫ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ ഒരു ശുപാർശയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി വിദഗ്ധ സമിതിയെ തീരുമാനിച്ചത്. ഈ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ലഭിച്ചതായിട്ടാണ് ഇപ്പോൾ മന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുപാർശ എന്ന് പറയുന്നത് ഓൺലൈനിലൂടെ ദർശനം സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഇടപെടൽ നടത്തണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം. ഇത് തിരുപ്പതി മോഡൽ, അതായത് തിരുപ്പതിയിലൊക്കെ ഇത്തരത്തിലുള്ളൊരു ഇടപെടൽ നടത്തുന്നുണ്ട്, ആ മോഡലിലേക്ക് മാറണം എന്നുള്ള. പക്ഷേ ഇക്കാര്യം തീരുമാനിക്കേണ്ടത് മന്ത്രിസഭ മാത്രമല്ല, ദേവസ്വം ബോർഡ് മാത്രമല്ല, തന്ത്രിമാർ കൂടി ആലോചിച്ചതിന് ശേഷമായിരിക്കും ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളത് ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയിച്ചിട്ടുണ്ട്. മറ്റ് ചില കാര്യങ്ങൾ പറയുന്നത് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും കൃത്യമായിട്ടുള്ള തീർത്ഥാടനം മുന്നോട്ട് കൊണ്ടുപോവുക. അതിനുവേണ്ടി കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമായിരിക്കും പ്രവേശനം അനുവദിക്കുക. ഒരാഴ്ചയുടെ ആദ്യ ദിവസങ്ങളിൽ 1000 പേർക്കും അവസാന ദിവസങ്ങളിൽ 2000 പേർക്കും ഈ പ്രവേശനം അനുവദിക്കുമെന്നുള്ളതാണ്. കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ 48 മണിക്കൂറിന് മുമ്പുള്ള ഈ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ്, അതായത് കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ കഴിയുകയുള്ളൂ. എങ്കിൽ പോലും നിലയ്ക്കലിലേക്ക് എത്തുന്ന തീർത്ഥാടകരെ അവിടെ തന്നെ പരിശോധന നടത്തും, ആൻറ്റിജൻ പരിശോധന നടത്തി അതിലും നെഗറ്റീവ് ആകണമെങ്കിൽ മാത്രമായിരിക്കും പമ്പയിലേക്ക് കടത്തിവിടുക. പമ്പ മാർഗം മാത്രമായിരിക്കും പ്രവേശനം ഉണ്ടാവുക. മറ്റ് കാനന പാതകളെല്ലാം തന്നെ അടയ്ക്കും എന്നുള്ള ഒരു കാര്യവും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും ഇപ്പോൾ റോഡ് പണിയെല്ലാം തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. 5000 പേരെ വരെ പ്രവേശിപ്പിക്കാം എന്നുള്ളൊരു നിർദ്ദേശം വിദഗ്ധ സമിതി മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. കൃത്യമായി കോവിഡ് ജാഗ്രതാ പോർട്ടലിലൂടെ അപേക്ഷിച്ചവർക്ക് മാത്രമായിരിക്കും പ്രയോറിറ്റി നൽകുക എന്നുള്ളൊരു കാര്യവും അദ്ദേഹം വെച്ചു. ഇത് ശുപാർശ മാത്രമാണ്, തീരുമാനം പിന്നീടായിരിക്കും ഉണ്ടാവുക എന്നുള്ള ഒരു കാര്യവും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം 10 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ളവർക്കായിരിക്കും പ്രവേശനം ഉണ്ടാവുക. 60 വയസ്സിന് മുകളിൽ ഉള്ളവർക്ക് മറ്റ് അസുഖങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ള ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ അവരെയും പ്രവേശിപ്പിക്കുമെന്നുള്ള ഒരു ശുപാർശയും വിദഗ്ധ സമിതി നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. വ്യക്തമാണ്. റിനുവാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് വിദഗ്ധ സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തന്ത്രിയുമായി ആലോചിച്ച് ഓൺലൈൻ ദർശനം സാധ്യമാകുമോ എന്ന പരിശോധനയിലാണ് സർക്കാർ. കേന്ദ്ര സർക്കാർ CBIയെ ദുരുപയോഗം ചെയ്യുകയാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കർണാടക കോൺഗ്രസ് അധ്യക്ഷൻ DK ശിവകുമാറിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡ് ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. അതേസമയം കേന്ദ്ര ഏജൻസികളെ കൊണ്ടുള്ള BJPയുടെ പൊറാട്ട് നാടകം ജനാധിപത്യത്തിനെതിരെയുള്ള കടന്നുകയറ്റമെന്ന് KC വേണുഗോപാൽ ട്വീറ്റ് ചെയ്തു.